ഹേ ഗൈസേ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ചാർലിനെയും കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി. എന്തിനാ? ചാർലിയുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആദ്യത്തെ സൈറ്റിൽ. ഓക്കെ, ചെസ് നമ്പർ 1. അവിടെ കുറേ മണപ്പിച്ചതിന് ശേഷം ആശൻ രണ്ടാമത്തെ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെയും കുറച്ച് തന്നെ നടത്തിച്ചു. ഒരു അരമണിക്കൂറോളം ഞാൻ ഇവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് എനിക്ക് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബെഡ്ഷീറ്റ് എനിക്ക് കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി ഞാൻ വിരിച്ചിട്ടിട്ട് എനിക്കതെന്തോ ഒരുപാടങ്ങ് മുഷിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. അത് മാറ്റിയില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മനപ്രയാസം. എങ്ങനെ അങ്ങനെ തന്നെ. അപ്പം ഞാനതൊക്കെ ചേഞ്ച് ചെയ്തു, മറ്റേതൊക്കെ അലക്കാനിട്ടിട്ട് ഇനി എന്താ, വിശപ്പിൻ്റെ വിളി വന്നു. കാരണം ഓൾറെഡി നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ വയറ് കേൾക്കില്ല. അപ്പം ഞാൻ കരുതി ദോശയാക്കാമെന്ന്. ദോശയുടെ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കൂടാതെ സാമ്പാറും ഉണ്ടായിരുന്നു. മുന്നേ ആക്കി വെച്ച സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നല്ലൊരു കോംബോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. ഉഴുന്നിൻ്റെ ദോശയും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ചുമന്ന ചട്നി, കുറച്ച് എരിവൊക്കെ ആയിട്ട് ഒരു കോഫിയും കൂടെ ഉണ്ട്. ആഹാ, അടിപൊളി. എൻ്റെ ദിവസം ധന്യമായി ഗൈസ്, ധന്യമായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോയിൽ എനിക്ക് ദോശയും സാമ്പാറും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കോഫിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പുട്ടും കടലൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ അതൊക്കെ കഴിച്ചു ഒരുപാട് റെസ്റ്റ് എടുത്തതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് ഇറങ്ങി. ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നും ആക്കാൻ ഒരു മൂടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു മടിയൊന്നും തോന്നിയില്ല. ഞാൻ കുറച്ച് കൊഞ്ചും മത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊഞ്ച് എന്ത് ചെയ്യുക, ഒരു ഗാർലിക് ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. അതുപോലെയൊക്കെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും മോശം ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഗാർലിക് ഹണിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ തരാം കേട്ടോ. അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ ഊൺ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇന്നത്തെ എനിക്ക് ഊണിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീര വറവും ഗ്രീൻ പീസും തൈരും കൊഞ്ചൊക്കെ ആയിരുന്നു. ഇതൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.